ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ വീഡിയോ പുറകെ ഇടായിരുന്നു. ആ വീഡിയോ ആണ് ഇത്. ആദ്യത്തെ ദിവസത്തെ ഇഞ്ചക്ഷൻ ട്രിപ്പായിരുന്നു. തുടക്കം എനിക്ക് വേദന ഒന്നും എടുത്തില്ല, പിന്നെ കുറച്ച് ചെറിയൊരു വേദന, ഉറുമ്പടിക്കുന്ന വേദനയൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു വേദന. എൻ്റെ കൂട്ടിന് പോരാളി ഉണ്ടായിരുന്നു. എപ്പോഴും ഇപ്പോൾ പോരാളിയാണ് എൻ്റെ കൂടെ വരുന്നത്. അവിടെ ഇഞ്ചക്ഷൻ ട്രിപ്പ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തീർന്ന്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ജ്യൂസ് കുടിച്ചു. ഇപ്പം മൊത്തം ഓറഞ്ച് ജ്യൂസിൻ്റെ കളികളാണ്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാലും അതിൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വെച്ചു. ആ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് കുറച്ച് നീരുണ്ടായിരുന്നു, കുറച്ചധികം വീങ്ങിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ, കല്യാൺ സിൽക്സില്ലേ, അതിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. HP കുറവായത് കൊണ്ട് തന്നെ അമ്മ ഫ്രൂട്ട്സൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയത്. അവിടെ പോയപ്പോൾ ആപ്പിൾ എടുത്തു, നല്ല ആപ്പിൾ നോക്കിയെടുത്തു. പിന്നെ സവോളയ്ക്ക് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 1 kg 20 റുപ്പീസ് അങ്ങോട്ട് ഉള്ളായിരുന്നുള്ളൂ. അങ്ങനെ ആ സവാള എടുത്തു. പക്ഷേ സവാള ഇത്തിരി കറുത്ത് കിടക്കുമായിരുന്നു. ഞങ്ങൾ പറയുന്നുണ്ട് ഇച്ചിരി കറുത്ത് കിടക്കുകയാണല്ലോ. നമ്മൾ നല്ലതൊക്കെ നോക്കി എടുത്തു. നമ്മളൊരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന സഞ്ചി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിരുന്നത്. പിന്നെ നമ്മൾ 2 തേങ്ങയൊക്കെ എടുത്തു. പിന്നെ ആദ്യമാണ് ആ ട്രോളി ഉരുട്ടിക്കൊണ്ട് നടന്നത്. വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറഞ്ഞു. അവളാണെങ്കിൽ അമ്മേനെ പ്രലോഭിപ്പിക്കും, ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം, നല്ലതാന്നൊക്കെ പറഞ്ഞ് അമ്മേനെ വശത്താക്കിയിട്ട് അമ്മയെക്കൊണ്ട് പറഞ്ഞ് മേടിപ്പിക്കും. അങ്ങനെ അമൂലിൻ്റെ പ്രോബയോട്ടിക് ചോക്കോബാർ മേടിച്ച്. പിന്നെ അവൾക്ക് ചോക്കോ പീനട്ട് ബട്ടർ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഭയങ്കര ലിപ്പായിരുന്നു. പക്ഷെ നമ്മൾ മേടിച്ചില്ല. പിന്നെ പുതിയൊരു ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ കണ്ടത് ഞാൻ വീഡിയോ എടുത്ത് വെച്ച്. പിന്നെ തിരിച്ചു വരുന്നവർക്ക് മൊത്തം നനഞ്ഞെങ്കിൽ നമ്മൾ സൈഡിൽ റോട്ടിൽ കയറി നിന്ന്. പിന്നെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും നാത്തൂൻ മര്യാദയ്ക്ക് തിന്നോണം എന്ന് പറഞ്ഞ് എനിക്ക് സാധനം കൊണ്ട് തന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി.